നമുക്കറിയാമല്ലോ അങ്ങേയറ്റം വേദനാജനകമായൊരു സാഹചര്യത്തിലൂടെയാണ് വയനാട്ടിലെ ഈ ദുരന്തബാധിത മേഖലയിലെ മനുഷ്യരെല്ലാം അവശേഷിക്കുന്നവർ ജീവിച്ചിരിക്കുന്നവർ കടന്നു പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു മനുഷ്യനും സ്റ്റാൻഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തെയാണ് അവരിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നടക്കുന്ന ജനകീയ തെരച്ചിലെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ കൊണ്ട് എത്രമാത്രം ഇനി പ്രയോജനമുണ്ട് എന്ന് ജനങ്ങളെ കൂടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം സർക്കാരിനുണ്ട്. കാരണം ഇതുവരെ നമുക്കറിയുന്നത് പോലെ വിവിധ സേനകളാണ് അവിടെ തെരച്ചിൽ നടത്തിയിരിക്കുന്നത്. ജൂലൈ 30-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 12 ദിവസമാകുന്നു ഇന്നാകുമ്പോൾ. ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുള്ളത്, ഈ 12 ദിവസത്തിന് ശേഷവും 130-ലേറെ പേരെ കാണാതായിട്ടുണ്ട്. അവരൊക്കെ മടങ്ങി വരുമോ, അല്ലെങ്കിൽ അവരൊക്കെ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് എത്രമാത്രം സാധ്യമാണതൊക്കെ. അപ്പോൾ ജനങ്ങളെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ഇപ്പോൾ നടത്തുന്ന തെരച്ചിൽ തുടർന്നും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ഈ 130 പേരെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കത് ഉപേക്ഷിച്ച് പോരാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ മറ്റു ചില കണക്കുകളുണ്ടല്ലോ. ഇപ്പോൾ പെട്ടിമുടിയിൽ 5 പേരെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പുത്തുമലയിൽ 4 പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അമ്പൂരിയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ മരിച്ചവരിൽ പലരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ യാഥാർത്ഥ്യമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ കണ്ടെത്തപ്പെടുന്നവരെ തന്നെ തിരിച്ചറിയാൻ കഴിയുമോ? ഇതിൻ്റെ ഒരു ഡീക്കേയിങ് പീരീഡൊക്കെ ഉണ്ടല്ലോ. അതേപോലെ ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച് പോകുന്നൊരു സാഹചര്യമാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമോ? DNA പരിശോധനയിലൂടെയൊക്കെ കഴിയുമായിരിക്കും. പക്ഷേ ഇനിയൊരു മടങ്ങി വരവ് നഷ്ടമായ ആളുകളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയൊന്നും വെച്ച് പുലർത്തുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അഭിമുഖീകരിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തിരച്ചിലിങ്ങനെ അനസ്യൂതവുമായും അനന്തമായും തുടരുന്നതിൽ ഇനി വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു സർക്കാരിന് അത് വഴിയിൽ ഉപേക്ഷിച്ച് പോരാൻ കഴിയുകയുമില്ല. അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. എന്നാൽ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ നമ്മളിനി ഊന്നൽ നൽകേണ്ടത് ഈ പുനരധിവാസ ക്യാമ്പുകളിൽ നിന്ന് മനുഷ്യരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഈ ക്യാമ്പുകളിലൊക്കെ താമസിക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ തന്നെ താങ്കൾ നടത്തിയ ചർച്ചയിൽ ക്യാമ്പിൽ താമസിക്കുന്ന ഒരാൾ മുഹമ്മദ് റാഷിദ് അല്ലേ, അദ്ദേഹം എന്ന് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് വസ്തുത തന്നെയാണ്. നമ്മളിപ്പോൾ 17 ക്യാമ്പുകളിലായിട്ടാണ് ആളുകളെ താമസിപ്പിച്ചിരിക്കുന്നത്. പല കുടുംബങ്ങൾ ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയേണ്ട സാഹചര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ഇല്ലാതാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവരെ വീടുകളിലേക്ക്, കഴിയുന്നത്ര വീടുകളിലേക്ക് മാറ്റി 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 പാർപ്പിച്ചു തുടങ്ങേണ്ട സമയമായിരിക്കും. ഇന്നിപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ. 42ഓളം വീടുകൾ നമ്മൾ വാടകയ്ക്ക് കൊടുക്കാൻ സന്നദ്ധരായിട്ട്. അവർ ഈ വാടകയ്ക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ പൈസ കിട്ടുക എന്നുള്ള അർത്ഥത്തിലേ അല്ല അവർ അതിനെ സമീപിച്ചിരിക്കുന്ന. ഒരു കൈസഹായം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റി താമസിപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ആരംഭിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ മാനസികാഘാതത്തിലും മാനസിക സമ്മർദ്ദത്തിലും പെട്ടിട്ടുള്ള മനുഷ്യരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്നുള്ളതാണ്. അവരെ ഇപ്പോൾ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകം എന്ന് പറയുന്നത് അവരെല്ലാം തുല്യ ദുഃഖിതരാണ് എന്നുള്ളതാണ് അല്ലേ. മനുഷ്യരെ, അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ട, ഇനിയും കണ്ടെത്താത്ത ആളുകളെ കാത്തിരിക്കുന്ന ഒക്കെ മനുഷ്യരാണ്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ എപ്പോഴും ഒരേ രീതിയിൽ നിൽക്കണമെന്നില്ല. എല്ലാവർക്കും ഒരുമിച്ചിങ്ങനെ വളരെ ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർക്കൊക്കെ പരസ്പരം പങ്കുവയ്ക്കാവുന്ന ദുഃഖങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോഴത്തെ ഈ ക്യാമ്പുകളിലെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുരിതപൂർണ്ണമായിരിക്കും, ഒരു സംശയം വേണം. നമ്മളിനി അവിടെ എന്തൊക്കെ കൊണ്ടുപോയി കൊടുത്താലും, ഇപ്പോൾ ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുന്നു, ഇഷ്ടംപോലെ പിന്നെ ഭക്ഷണം അവിടെ എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുന്നു, എങ്കിൽ കൂടിയും പരാതികൾ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമാണ്. എല്ലായിടത്തും എല്ലാവരുടെയും കണ്ണെത്തണമെന്നില്ല. നമ്മൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നത് ഞാൻ കേട്ടു. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ബാധ്യസ്ഥരാണ് നമ്മൾ എന്നൊരു യാഥാർത്ഥ്യം നമുക്കുണ്ട്. ഒരാൾക്ക് പോലും ഒരു ദുഃഖമുണ്ടാകാതെ, ഒരു കുറവുണ്ടാകാതെ നോക്കേണ്ട ബാധ്യത നമുക്ക് എല്ലാവർക്കുമുണ്ട്. അതിന് എല്ലാ മനുഷ്യരും തയ്യാറുമാണ്. പക്ഷേ ഈ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ എന്താണ് അവിടുത്തെ യഥാർത്ഥ സാഹചര്യം എന്ന് മാധ്യമങ്ങൾക്ക് കയറി അന്വേഷിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. മറ്റാളുകൾക്ക് അങ്ങോട്ടേക്ക് കയറാൻ കഴിയുന്നില്ല. നിശ്ചയിക്കപ്പെട്ട വോളണ്ടിയർമാരാണ് ഈ ക്യാമ്പുകളിലൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെത്രത്തോളം സഹാനുഭൂതിയുള്ളവരാണ്, സഹതാപമുള്ളവരാണ് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് പിന്നെ ദേഷ്യമൊക്കെ പിടിക്കുന്ന ആളുകളാണെങ്കിൽ മറ്റൊരു വസ്ത്രം തരാൻ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഇന്ന് കിട്ടിയത് പോരെ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയുണ്ട് എന്നാണ് ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആളുകൾ പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഗവൺമെൻറ് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. ഏതായാലും അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി വാടക വീടുകളിലേക്ക് പാർപ്പിക്കുക എന്നുള്ളതാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അതായിരിക്കണം ഇനിയൊരു പ്രയോറിറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. തെരച്ചിലൊക്കെ സ്വാഭാവികമായിട്ടും നടന്നുകൊള്ളട്ടെ. പക്ഷേ നമ്മളുടെ ഒരു മുൻഗണന എന്ന് പറയുന്നത്, പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് വാടക വീട്ടുകളിലേക്ക് മാറ്റുക. അതിനുശേഷം അവരെ നന്നായി പുനരധിവസിപ്പിക്കുക. അവരെ അവരുടെ എന്താ പറയുക, ആരോഗ്യത്തിലേക്കും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ
അതിലേക്കുള്ള വലിയ ദൗത്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ തെരച്ചിൽ തുടരേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തിരച്ചിൽ തുടരേണ്ടതുണ്ട്. കാരണം അവസാനത്തെ ആളെയും കണ്ടെത്താൻ കഴിയുന്നത് വരെ നമ്മളത് തുടരാൻ ബാധ്യസ്ഥമാണ്. കാരണം ഒരാളും അംഗീകരിക്കത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡാസ് എഴുതി ഇങ്ങോട്ട് തന്നാൽ ഏതെങ്കിലും ഒരാൾ അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കാൻ സാധ്യതയില്ലല്ലോ. പോയതിൻ്റെ ഒരു തെളിവ് വേണം. പിന്നെ പലതരത്തിലുള്ള വിശ്വാസങ്ങളുള്ള മനുഷ്യരാണ്. അപ്പോൾ ആ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അവർ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുണ്ട്. അപ്പോൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു അന്തിമ തീരുമാനം ഉണ്ടാകണം, അല്ലേ? ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന പ്രതീക്ഷിച്ചു ഇരിക്കുന്ന ഒരാൾക്ക് വേണ്ടി കർമ്മം ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ മനുഷ്യരുടെ വിശ്വാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത് ഒരു ദുരന്ത സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു പ്രഥമ പരിഗണന ഇനി അങ്ങോട്ടേക്ക് പുനരധിവാസം തന്നെയായിരിക്കണം. പുനരധിവാസം എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ മാറ്റി വീടുകളിലേക്ക് എത്തിക്കണം. അവർക്കിപ്പോൾ കൊടുത്തിരിക്കുന്ന സഹായ വാഗ്ദാനങ്ങളെല്ലാം പേപ്പറിലാണുള്ളത്. അതൊരു നടപടിക്രമത്തിൻ്റെ പ്രശ്നമുണ്ട് എങ്കിൽ കൂടിയും അതും ഒന്നും വൈകിക്കൂടാ. ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിനകത്ത് ഈ 10,000 രൂപ കൊടുക്കാമെന്ന് പറയുന്ന കാര്യം ഒരു മാസത്തിലാണ് കൊടുക്കുന്നതെങ്കിൽ കൂടിയും ഈ 300 രൂപ വെച്ച് കൊടുക്കുന്നു എന്ന കാര്യമുണ്ടല്ലോ. അതിപ്പോൾ ഇന്നിപ്പം സ്മൃതിയുടെ ചർച്ചയിൽ ഒരു കുട്ടിക്കുള്ള പാമ്പറിൻ്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് പുറത്തു പോയിട്ട് വലിയൊരു പ്രശ്നം ഈ പറയുന്ന നിങ്ങളൊക്കെ പോയൊരു സ്ഥലമാണ്, ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചൂരൽമലയുടെ പ്രദേശത്തായിരുന്നു ഈ അങ്ങാടി എന്ന് പറയുന്നത്, അല്ലേ? അവിടുത്തെ ഏറ്റവും വലിയ ഈ കടമുറികളൊക്കെ ഉള്ളത്, മാർക്കറ്റൊക്കെ ഉള്ളത് ഈ ചൂരൽമലയിൽ ആണ്. ആ പ്രദേശത്താണ്. ആ അങ്ങാടിയെല്ലാം പോയല്ലോ. ഇനിയുള്ളത് മേപ്പാടിയാണ്. മേപ്പാടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് നല്ല കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ട്. അവിടുന്ന് ഒരുപാട് നടക്കണം. ഈ ചൂരൽമല തകർന്നുവെങ്കിലും ചൂരൽമലയ്ക്ക് മുകളിലല്ലേ ഈ അട്ടമല, അരണമല എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ. അവിടെയൊന്നും വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും അവിടെയുള്ള ആളുകൾക്ക് ഈ അവരുടെ അങ്ങാടി എന്ന് പറയുന്നത് ഈ ചൂരൽമലയിലെ പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലത്താണ്. അപ്പോൾ അവർക്കൊക്കെ ഇനിയിപ്പം ഈ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പോലും കിലോമീറ്ററുകൾ ദൂരത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതൊക്കെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ അവിടെ ഈ വിദഗ്ധരുടെ ചില അഭിപ്രായങ്ങൾ ഞാൻ കേട്ടത് 84-ലുണ്ടായ ഉരുൾപൊട്ടലുണ്ടല്ലോ, വളരെ ശക്തമായ ഉരുൾപൊട്ടലാണല്ലോ അന്നുണ്ടായത്. അന്ന് തന്നെ ഈ ചൂരൽമലയ്ക്കൊക്കെ ഭീഷണിയുണ്ട് എന്നുള്ള വാർത്താ റിപ്പോർട്ടുകളും വന്നിരുന്നല്ലോ. അന്ന് സംഭവിച്ചിട്ടുള്ള വലിയ ക്രാക്കുകളുണ്ട്. ആ ക്രാക്കുകളൊക്കെ തന്നെ ഇപ്രാവശ്യത്തെ ഈ ഉരുൾപൊട്ടലിന് വഴിവെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എത്ര വർഷത്തിന് ശേഷമാണെന്ന് നമ്മൾ നോക്കണം. ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വലിയ ഉരുൾപൊട്ടലിന് വഴിവെക്കും വിധത്തിൽ മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ക്രാക്കുകൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ചൂരൽമലയിൽ മാത്രമല്ല, അതിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട മലകളിലും ഇത്തരത്തിലുള്ള ക്രാക്കുകൾ ഉണ്ടാകും. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ ആ ക്രാക്കുകൾ വീണ്ടും ഉരുൾപൊട്ടലിൻ്റെ സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒരു ചൂരൽമല ആവർത്തിക്കുന്നതെങ്കിൽ അത്രയും ഒരു ഗ്യാപ്പ് വേണമെന്നില്ല ഇനിയൊരു ഉരുൾപൊട്ടലിന്. കാരണം വെച്ചാൽ അത്ര വേഗത്തിലാണ് നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മറ്റു ദുരന്തങ്ങളുമുണ്ടല്ലോ, മറ്റ് പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതെല്ലാം കൂടി ചേർന്നിട്ട് ഇതൊക്കെ വളരെ അതിവേഗത്തിലാക്കുന്നുണ്ട് ഇപ്പോൾ ഇത്തരം ദുരന്തങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മുൻകരുതലിൻ്റെ പ്രശ്നവും കൂടി വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന മാറ്റിപ്പാർപ്പിക്കലിൻ്റെ കാര്യത്തിൽ ഈ വലിയ മുൻകരുതലുകൾ ആവശ്യമാണ്, അല്ലേ? വലിയ മുൻകരുതലുകൾ എവിടേക്ക് മാറ്റുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മേപ്പാടി പോലൊരു സ്ഥലത്തേക്കായിരിക്കും മാറ്റുന്നുണ്ടാവുക. അങ്ങനെ അവിടെ അത്ര വലിയ ഒരു ദുർബല പ്രദേശമല്ല, ഒരു വലിയ അപകട സാധ്യത ഇല്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോഴും വലിയ മുൻകരുതലുകൾ ഈ മേഖലയിൽ പുനരധിവാസത്തിന് ആവശ്യമായിട്ടുണ്ട്. പിന്നെ എങ്ങനെ പുനരധിവസിപ്പിക്കുന്നു എന്നുള്ളതും പ്രശ്നമാണ്. ഇപ്പോൾ ഈ പുത്തുമലയിലെയൊക്കെ പ്രശ്നം 5 വർഷം കഴിഞ്ഞല്ലോ. പുത്തുമലയിലെ അവരുടെ മുമ്പിലുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് പുത്തുമലയാണ്. ഈ പുത്തുമലയിൽ ഏതാണ്ട് ഈ പുനരധിവാസമൊക്കെ നമ്മൾ നടത്തിയെങ്കിലും അതൊരു സമ്പൂർണ്ണ വിജയമാണ്, അതൊരു നല്ല മാതൃകയാണെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ചരിഞ്ഞ മേൽക്കൂറുകളുള്ള വീടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? അവർ സ്വാഭാവികമായിട്ടും അവരുടെ ഈ കുടുംബമൊക്കെ വലുതാകില്ലേ, കുട്ടികളും മുതിരും. അപ്പം വീണ്ടും ഒരു മുറിയൊക്കെ മുകളിലോട്ട് വെക്കേണ്ട ആവശ്യം വരും. അത്തരത്തിലുള്ളൊരു ഒരു ദീർഘവീക്ഷണം കൂടി ഈ കാര്യത്തിനകത്ത് വേണം. ഇപ്പോൾ പലർക്കും ഇപ്പോൾ പുത്തുമലയിൽ എന്ന് പറഞ്ഞാൽ ഒരു 2ാമത്തെ നില കെട്ടാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി ഇപ്പോൾ ഈ ചൂരൽമലയും അതേപോലെ തന്നെ ഈ പുഞ്ചിരിമട്ടവും അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ വിചാരിക്കുന്ന കണക്ക് 1-2 മുറികളിൽ ഉള്ള വീടുകളിൽ താമസിച്ചിരുന്ന മനുഷ്യന്മാർ മാത്രമല്ല കേട്ടോ. വലിയ കുറച്ച് 1200, 1500, 1800 സ്ക്വയർ ഫീറ്റുകളുള്ള വീടുകളൊക്കെ അവരുടെ സമ്പാദ്യം കൊണ്ട്, ജീവിതത്തിലെ സമ്പാദ്യം കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള കുറച്ചുകൂടി മെച്ചപ്പെട്ട വലിയ വീടുകളിൽ താമസിച്ചിട്ടുള്ള ആളുകളും ഉണ്ട് അവിടെ. അപ്പം ഈ പറയുന്ന ഈ ലക്ഷം വീട് കോളനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പുണ്ടാക്കിയിരുന്ന മാതൃകകളെ നമുക്ക് പരിഗണിക്കാനേ കഴിയില്ല. അത്തരത്തിലുള്ളൊരു രീതിയിലേക്ക് പോകാനും കഴിയില്ല. എന്ന് വെച്ചിട്ട് 4 മുറിയുള്ള വീട്, ചിലർക്ക് 6 മുറിയുള്ള വീട്, അങ്ങനെയുള്ള ഒരു വ്യത്യാസം കൊണ്ടുവരണമെന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചുകൂടി ഭാവനാപൂർണ്ണമായിട്ട് ആ പുനരധിവാസ പ്രക്രിയയെ നമ്മൾ കാണേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കുമ്പോൾ അവർക്ക് ഭാവിയിലേക്കൊരു ജീവിതമുണ്ട് എന്നും ആ ഭാവിയിലേക്കുള്ള ജീവിതം കൂടി കണ്ടുകൊണ്ട് അതിനനുസൃതമായി അവർക്ക് ജീവിച്ച് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള രീതിയിൽ ഭാവനാത്മകമായി ഇത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇക്കുറി വലിയ സോഷ്യൽ ഓഡിറ്റിംഗ് ഈ കാര്യത്തിൽ നടക്കുന്നുണ്ടല്ലോ. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം അന്വേഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു മാതൃക ഇക്കാര്യത്തിൽ
കാര്യത്തിൽ കേരളം മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ്. അതിന് കൈയച്ച് സംഭാവന ചെയ്യാൻ തയ്യാറാണ് എന്നൊരു വാഗ്ദാനം നടത്തിയിട്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ മടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാകും. കേരളത്തിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും യുവജന സംഘടനകളും എന്തിനേറെ ചെറിയ ചെറിയ വ്യക്തികൾ പോലും വെച്ചാൽ വലിയ സമ്പത്തൊന്നും ഇല്ലാത്ത വ്യക്തികൾ പോലും ഇക്കാര്യത്തിൽ തന്നാൽ കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടി സന്നദ്ധമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു നല്ല മാതൃകയുണ്ടാക്കാനും ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. നമുക്കൊന്നും തടയാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുകയാണ് എങ്കിൽ ആ ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ച് പുനരധിവസിപ്പിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് മാറാൻ കഴിയണം ഇപ്പോൾ നമ്മൾ ഇറക്കുന്ന ഈ മുൻകൈയും ഈ ഇനിഷ്യേറ്റീവും. അപ്പോൾ അത് നടക്കട്ടെ, അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് തെരച്ചിലിനേക്കാളൊക്കെ ഇനി അനിവാര്യമായിരിക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് വാടക വീട്ടിലേക്ക് മാറ്റുക, അവരെ ഒരു നല്ല മാനസികാവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടത്തുക. ഒരു മനുഷ്യന് പോലും പരാതി ഉണ്ടാകാത്ത വിധത്തിൽ ഈ ക്യാമ്പുകൾ എത്രത്തോളം ദിവസമാണ് നമ്മൾ അത് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. ആ ക്യാമ്പുകളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷണം ചെയ്തുകൊണ്ട് ഓരോ വ്യക്തിക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സന്നദ്ധതയുണ്ടാവുക, അവിടെ ഒരു കുറവും വരുത്താതിരിക്കുക. ഇത്തരം കാര്യങ്ങൾക്കായിരിക്കണം ഇനിയൊരു പ്രയോറിറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി. Meet the editors.